പാലക്കാട് മലമ്പുഴയിൽ പരിക്കേറ്റ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് വനംവകുപ്പ്. ഇടുപ്പിലിനും കാലിനും പരിക്കേറ്റ ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനാകുന്നില്ല. വനത്തിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് ഇപ്പോൾ ചികിത്സ. അപകടത്തിനിടയാക്കിയ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിനെതിരെ വനംവകുപ്പ് കേസെടുത്തു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് മലമ്പുഴ കൊട്ടേക്കാട് റെയിൽവേ ട്രാക്ക് മറികടക്കുന്നതിനിടെ 25 വയസ്സുള്ള കാട്ടാനയ്ക്ക് പരിക്കേറ്റത്. വനത്തിലെത്തി ആനയെ നിരീക്ഷിച്ച വനവകുപ്പ് സംഘം ആനയുടെ ശരീരത്തിൽ ട്രെയിൻ നേരിട്ടിടിച്ചതിന്റെ പരിക്കുകളില്ലെന്ന് കണ്ടെത്തി. എന്നാൽ ട്രെയിൻ കണ്ട് ഓടി വീണ ആനയുടെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് വനവകുപ്പിലെ വെറ്റിനറി സർജന്മാർ പറയുന്നു. കാലിന്റെ കുഴ തെറ്റിയെന്നാണ് നിഗമനം. ആനയുടെ ഇടുപ്പലിന് പരിക്കേറ്റതായും സംശയമുണ്ട്. സ്വയം എഴുന്നേൽക്കാൻ ആന ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണെന്നും വിദഗ്ധ ചികിത്സ നൽകുന്നുണ്ടെന്നും വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം അറിയിച്ചു. ആനയ്ക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഇല്ല ആനയുടെ ശരീരത്തിൽ, പക്ഷേ ഇൻറ്റേർണൽ കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ മിനിഞ്ഞാന്ന് ആന സ്വന്തമായിട്ട് നിന്നിരുന്നു. ഇന്നലെ കാലത്ത് മുതൽ ആനയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. വെറ്റിനറി കോളേജിൽ നിന്നുള്ള എക്സ്പെർട്ട് ടീം വന്നിരുന്നു. അവരുടെയും സജഷൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ മെഡിക്കേഷൻസ് ഇന്നലെ കൊടുത്തു. എന്നിട്ട് ഇന്നലെ ഈവനിങ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആനയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രോഗ്നോസിസ് ഇസ് നോട്ട് ഗുഡ്. സംഭവത്തിൽ ആനയിടിച്ച ഗൂഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിനെതിരെ വനവകുപ്പ് കേസെടുത്തു. പ്രദേശത്ത് ട്രെയിനുകൾ വേഗപരിധി പാലിക്കാത്തതാണ് അപകടങ്ങൾ ഉയരാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രഥമ ദൃഷ്ടിയ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ നിഗമനത്തിൽ ട്രെയിൻ തട്ടിയതാകാമെന്ന രീതിയിൽ തന്നെ നമ്മൾ കേസെടുത്തിരിക്കുന്നത്. ആ അന്വേഷണമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി കഠിന പരിശ്രമത്തിലാണ് വനവകുപ്പ്. ഡോക്ടർമാർ നൽകുന്ന തണ്ണിമത്തിനും കരിക്കും വെള്ളവും ആന കഴിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്.